സംസ്ഥാനത്തേക്ക് വരുമ്പോൾ മഴ മുന്നറിയിപ്പ് തുടരുന്നു എന്നൊരു വാർത്ത അത്രത്തോളം നമ്മളിലൊരു കുളിർമ നിറയ്ക്കുന്നുണ്ടല്ലേ. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. നമുക്ക് ഷീജയിലേക്ക് പോകാം. ഷീജ തരും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഷീജ, ഇടയ്ക്ക് ഒന്ന് മഴ പെയ്തു, അതിനുശേഷം വീണ്ടും ഒന്ന് ചൂട് കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മളൊന്ന് പേടിച്ചു, മഴ വന്ന് കൊതിപ്പിച്ചിട്ട് അങ്ങ് പോയോ എന്ന്. ഇപ്പോഴിതാ വീണ്ടും മഴ മുന്നറിയിപ്പ് ശക്തമാവുകയാണ്. എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി, ഏതായാലും സംസ്ഥാനത്തെ ചൂടിന് വലിയൊരു ആശ്വാസമായി എന്ന രീതിയിൽ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ ഒരു വേനൽ മഴ അത് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും ആ രീതിയിൽ ഉള്ള ചൂട് അതിൽ നിന്നൊരു ചെറിയ ആശ്വാസം ആയിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായി. ഇന്ന് ഏതായാലും 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏതായാലും വിവിധ ജില്ലകളിലായി 10-ാം തീയതി വരെയും ഈ രീതിയിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ അത് ലഭിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ രീതിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് നിലവിൽ ഈ വേനൽ മഴയിൽ ലഭിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ജാഗ്രത കൂടിയുണ്ട്. ഒപ്പം തന്നെ കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനുള്ള മുന്നറിയിപ്പുകളിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവശ്യപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ മഴ ശക്തമായി എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ചൂടിന് പൂർണ്ണമായ തോതിൽ ഒരു ശമനമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ചൂടിൽ നിന്നും വലിയൊരു ആശ്വാസം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും മഴ ഈ രീതിയിൽ തന്നെ വരുന്ന 5 ദിവസം കൂടി ശക്തമായ രീതിയിൽ ഒറ്റപ്പെട്ട, അതായത് പൂർണ്ണമായും ലഭിക്കുക എന്നുള്ളതല്ല, ചില ജില്ലകൾ ആയിരിക്കും ഈ മഴ ലഭിക്കുക. അങ്ങനെ ഒറ്റപ്പെട്ട ശക്തമായ മഴ അത് 10-ാം തീയതി വരെയും തുടരും എന്ന് തന്നെയാണ് നിലവിലുള്ള മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. സിന്ദൂരി.